രാത്രിയിൽ എല്ലാവരും ഉറങ്ങുകയായിരുന്നു. രാത്രിയിൽ ആരും പുറത്തിറങ്ങാറില്ലായിരുന്നു. പക്ഷേ അമ്മായിമ്മ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് മരുമകളും എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് അമ്മായിമ്മ അതുപോലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് കയറി പോകുന്നു. കുറച്ചു കഴിഞ്ഞ് മരുമകളും വീട്ടിലേക്ക് വരുന്നു. ഇങ്ങനെ എല്ലാ രാത്രിയും അമ്മായിയമ്മയും മരുമകളും ആരും അറിയാതെ പുറത്തുപോയി കുറച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നു. ഒരു ദിവസം അമ്മായിയമ്മ എന്നത്തെയും പോലെ രാത്രിയിൽ ഉറക്കം തെളിയുന്നു. അപ്പോൾ തന്നെ മരുമകളും എഴുന്നേൽക്കുന്നു. അമ്മായിയമ്മ ഉറക്കം തെളിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ മരുമകൾ ഇങ്ങനെ ഓർക്കുന്നു. ഇതെന്താ ഒരിക്കലും എഴുന്നേൽക്കാത്തവർ ഇന്ന് എഴുന്നേറ്റത്? പുറത്തേക്കിറങ്ങിയ അമ്മായിയമ്മയുടെ പുറകെ അവരെ പിന്തുടർന്ന് അവളും ഇറങ്ങുന്നു. അമ്മായിയമ്മ കുറച്ചു നടന്ന് കോളനിയിലെ ഒരു ബൈക്കിൽ നിന്നും പെട്രോൾ മോഷ്ടിക്കുന്നു. അത് മരുമകൾ കാണുന്നു. രാത്രിയിൽ എഴുന്നേറ്റ് അമ്മായിയമ്മ ഈ പണിയാണോ ചെയ്യുന്നത്? ഈശ്വരാ, ഇതെന്താ ഇവര് ചെയ്യുന്നത്? ഇങ്ങനെ ഓർത്തുകൊണ്ട് അവർ അകത്തേക്ക് പോകുന്നു. അമ്മായിയമ്മ കോളനിയിലെ എല്ലാ ബൈക്കിന്റെയും പെട്രോൾ കുപ്പിയിലാക്കി അവരുടെ പഴയ വീട്ടിൽ വെച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉറക്കം തെളിഞ്ഞു നിൽക്കുന്ന മരുമകളെ കാണുന്നു. മരുമകളെ കണ്ട അമ്മായിയമ്മ ഇങ്ങനെ ആലോചിക്കുന്നു. ഇതെന്താ എല്ലാ ദിവസവും പോത്തുപോലെ കിടന്നുറങ്ങുന്നവൾ എന്താ ഉറക്കം തെളിഞ്ഞു നിൽക്കുന്നത്? അമ്മ, ഈ രാത്രിയിൽ എവിടെ പോയിട്ട് വരുവാ? കുറെ ആലോചിച്ചിട്ട് അമ്മായിയമ്മ ഇങ്ങനെ പറയുന്നു. വീട്ടിൽ നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് കുറച്ച് തണുത്ത കാറ്റടിക്കാനൊന്ന് പുറത്തിറങ്ങിയതാ. തണുത്ത കാറ്റിന് പെട്രോളിന്റെ മണമുണ്ടല്ലോ അമ്മേ. ഇവളെന്താ പെട്രോളിന്റെ കാര്യമൊക്കെ പറയുന്നേ? ഇനി ഇവളെങ്ങാനും ഞാൻ പെട്രോൾ എടുക്കുന്നത് കണ്ടോ? അമ്മായിമ്മ ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ടിരിക്കുന്നു. അമ്മ പുറത്തുപോയി ചെയ്തതൊക്കെ ഞാൻ കണ്ടു. സ്വയം ന്യായീകരിക്കാൻ നോക്കണ്ട. നോക്കു മരുമോളെ, ദയവായി ഇത് പുറത്താരോടും പറയല്ലേ. നിനക്ക് നല്ലതേ വരൂ. അമ്മേ, ഇത് ഞാൻ ആരോടും പറയില്ല. പക്ഷേ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അമ്മ അനുസരിക്കണം. വീട്ടിലെ എല്ലാ പണിയും ഇന്നു മുതൽ അമ്മ ചെയ്യണം. തൂപ്പ് മുതൽ ബാത്റൂം വൃത്തിയാക്കുന്നത് വരെ. നീ എന്താ ഈ പറയുന്നേ? ഈ പണിയൊക്കെ ഞാൻ ചെയ്യണമെന്നോ? അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതുമല്ല, നീ ഇക്കാര്യം പറഞ്ഞാലും ഞാൻ പെട്രോൾ മോഷ്ടിച്ചെന്ന് ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യ്. ആരോട് വേണമെങ്കിലും പോയി പറ. അമ്മേ, നിങ്ങളുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് ഞാൻ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കണ്ടു നോക്ക്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നു. ബ്രേക്കിംഗ് ന്യൂസ്. രാത്രി സമയത്ത് കോളനിയിൽ നിന്നും പെട്രോൾ മോഷ്ടിക്കുന്ന പുതിയ കള്ളൻ. കള്ളൻ മോഷ്ടിക്കുന്ന വീഡിയോ പുറത്ത്. ഇത് സാധാരണ കള്ളനല്ല. പെട്രോൾ വില കൂടുന്ന സമയത്ത് ഒരു വീട്ടമ്മയുടെ മോഷണം. ഇങ്ങനെ ഈ വാർത്ത ഞാൻ വൈറലാക്കും അമ്മേ. ഇത് ന്യൂസ് ചാനലിൽ കൊടുക്കണോ? അവർ ഇത് പിന്നെയും പിന്നെയും ഇട്ട് നിങ്ങളെ ഫേമസ് ആക്കിക്കൊള്ളും. അയ്യോ മോളെ, നീ എന്റെ ജീവൻ എടുക്കാൻ ഇറങ്ങിക്കുവാണോ? ഞാൻ വീട്ടിലെ പണി എല്ലാം ചെയ്യണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ചെയ്തോളാം. അമ്മായിയമ്മ അങ്ങനെ പറയുന്നു. അന്നു മുതൽ മരുമകൾ ഈ പേരും പറഞ്ഞ് അമ്മായിയമ്മയെ വട്ടുകളിപ്പിച്ചു കൊണ്ടിരുന്നു. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അതുണ്ടാക്കിയോ? വീട്ടിലെ മറ്റു പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുക? എന്താ ശബ്ദം പൊങ്ങുന്നത്? ബ്രേക്കിംഗ് ന്യൂസ്. മോഷണം നടത്തിയിരുന്ന അമ്മായിയമ്മ. അയ്യോ മോളെ, ദയവ് ചെയ്ത് നീ ഇനിയും ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയല്ലേ. അതെപ്പോഴൊക്കെ കേൾക്കുന്നു അപ്പോഴെല്ലാം എന്റെ ചങ്കിടിപ്പ് കൂടുന്നു. ദയവ് ചെയ്ത് ഇനിയും ഇങ്ങനെ പറയല്ലേ. നിനക്കിപ്പോൾ ക്യാരറ്റ് ഹൽവ വേണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കി തരാം. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ അടുക്കളയിൽ പോയി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നു. ഇങ്ങനെ മകൾ അവൾക്ക് വേണ്ടതെല്ലാം അമ്മായിയമ്മയെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നു. ഒരു ദിവസം അമ്മായിയമ്മ സോഫയിൽ ഇരിക്കുകയായിരുന്നു. ഈശ്വരാ, ഇവൾ എന്നെ ജോലി ചെയ്യിപ്പിച്ച് കൊല്ലുമല്ലോ. ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കട്ടെ. അപ്പോൾ മരുമകൾ അങ്ങോട്ട് വരുന്നു. വന്നതേ അവൾ ഇങ്ങനെ പറയുന്നു. ബ്രേക്കിംഗ് ന്യൂസ്. ഇത് കേട്ടതും അമ്മായിയമ്മ പേടിച്ച് ചാടി എഴുന്നേൽക്കുന്നു. ദൈവമേ, വന്നല്ലോ. മടുത്തത് കൊണ്ടൊന്ന് വിശ്രമിക്കാനിരുന്നതാ. എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നോക്കിക്കോ, ഒരിക്കൽ എനിക്കൊരു അവസരം വരും. ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മായിയമ്മ അവരുടെ ജോലി തുടരുന്നു. മരുമകൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാത്രി മരുമകൾ എഴുന്നേറ്റ് അമ്മായിയമ്മ എന്ത് ചെയ്യുകയാണെന്ന് നോക്കുന്നു. അവർ നല്ല ഉറക്കത്തിലായിരുന്നു. എന്റെ അമ്മായിയമ്മ കൂർക്കം വലിച്ചുറങ്ങുകയാണല്ലോ. ഇത് തന്നെ പറ്റിയ സമയം. ഞാൻ എന്റെ പണി തീർത്തിട്ട് വരാം. ഇങ്ങനെ ഓർത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു.
അപ്പോൾ അമ്മായിയമ്മ ഉറക്കമുണരുന്നു. എടി മരുമോളെ, നീ ഇവിടെ ഇല്ല അല്ലേ? നിന്നെ ഞാനിന്ന് കയ്യോടെ പിടിക്കും. ഇങ്ങനെ ഓർത്ത് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. മരുമകൾ ബൈക്കിൽ നിന്ന് പെട്രോൾ മോഷ്ടിക്കുകയായിരുന്നു. അമ്മായിമ്മ അത് കാണുന്നു. കൊള്ളാലോടി, നീയും എന്റെ പണി തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? നീ എന്നെ ഈ പേരിൽ കുറെ ബുദ്ധിമുട്ടിച്ചതല്ലേ? ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഓർത്തുകൊണ്ട് മൊബൈലിൽ വീഡിയോ എടുക്കുന്നു. മരുമകൾ അവളുടെ പണി കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അമ്മായിമ്മ ഇങ്ങനെ പറയുന്നു, മരുമോളെ, ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ വീഡിയോ അവളെ കാണിക്കുന്നു. അപ്പോൾ മരുമകൾ ഇങ്ങനെ പറയുന്നു, അമ്മേ അത് കണ്ടോ? ഇപ്പോൾ പെട്രോളിന് വില കൂടുതലല്ലേ, അതുകൊണ്ട് കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്തതാ. കൊള്ളാമല്ലോ, ഇത്രയും ദിവസം നീ എന്നെ ബുദ്ധിമുട്ടിച്ചതല്ലേ? ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ ഞാൻ എല്ലാരെയും കാണിക്കും. കാണിച്ചോ, കുഴപ്പമില്ല. എൻ്റെ വീഡിയോ ആരെയെങ്കിലും കാണിച്ചാൽ ഞാൻ നിങ്ങളുടെ വീഡിയോ വൈറലാക്കും. എങ്ങനെയുണ്ട് അമ്മായിയമ്മേ? ശരി, വിട്ടുകളാ. രണ്ടുപേരും തെറ്റ് ചെയ്തു. എല്ലാം മറന്ന് നമ്മൾ രണ്ടുപേരും ചേർന്നത് ചെയ്താൽ നന്നായിരിക്കും. അത് പരസ്പരം ഒരു സഹായവും ആകും. ശരി, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. രണ്ടുപേരും അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അമ്മായിയമ്മയും മരുമോളും ചേർന്ന് പെട്രോൾ മോഷണം സജീവമായി നടത്തുന്നു. മോഷ്ടിച്ച പെട്രോൾ പഴയ വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു. മരുമോളെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. നീ പെട്രോൾ ആർക്കാ കൊടുക്കുന്നത്? വേറെ ആർക്കാ? നമ്മുടെ പെട്രോൾ ബങ്കിലെ സുബ്ബുവിന് തന്നെ. 1 ലിറ്ററിന് 60 രൂപ. എന്ത്? നിനക്ക് ലിറ്ററിന് 60 രൂപയോ? എനിക്കവൻ 40 രൂപയെ തരുന്നുള്ളൂ. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ അടുത്ത ദിവസം സുബ്ബുവിന്റെ അടുത്തേക്ക് പോകുന്നു. എന്താ ഇത്? എനിക്ക് പെട്രോളിന് 40 രൂപയെ തരുന്നുള്ളൂ. എന്റെ മരുമോൾക്ക് 60 രൂപ കിട്ടുന്നുണ്ടല്ലോ. എന്റെ പെട്രോളും 60 രൂപയ്ക്ക് എടുക്കൂ. ഇല്ലെങ്കിൽ ഇനി ഞാൻ നിനക്ക് പെട്രോൾ തരില്ല. ശരി, ഈ ചെറിയ കാര്യത്തിന് എന്തിനാ ഇത്രയും ബഹളം? 60 രൂപയല്ലേ, ഞാൻ തരാം. അത് കേട്ടതും ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അമ്മായിയമ്മയും മരുമോളും രാത്രിയിൽ പെട്രോൾ മോഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഇത്രയുമായപ്പോൾ കോളനിയിലെ ആളുകൾക്ക് പെട്രോൾ മോഷണത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നു. എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്തവസ്ഥയാണ്! ഒരു ദിവസം ഫുൾ ടാങ്ക് അടിച്ചാൽ പിറ്റേ ദിവസം അത് കാലിയാണ്. എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല. പെട്രോൾ വിലയേക്കാൾ പ്രശ്നം ഈ കള്ളന്മാരാണ്. ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയാണ് പെട്രോൾ അടിക്കുന്നത്. ഇതെല്ലാം ഞാൻ വെള്ളമടിച്ച് കളയുവാണെന്ന് കരുതി അവൾ ഡിവോഴ്സ് ചെയ്യണമെന്ന് വരെ പറയുന്നു. നിന്റെ അവസ്ഥ ഇതാണെങ്കിൽ എൻ്റെ കാര്യമൊന്ന് ഓർത്തു നോക്ക്. എന്നും പെട്രോൾ തീർന്നു എന്നും പറഞ്ഞ് ഭാര്യയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങുമ്പോൾ നിങ്ങൾ ഓഫീസിലോട്ടല്ലാതെ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? നിങ്ങൾ പെണ്ണുങ്ങളെയും കൊണ്ട് കറങ്ങി നടക്കുവാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ എൻ്റെ വണ്ടിയുടെ കീ എടുത്തു വെച്ചു. അത് കാരണം എനിക്ക് ദിവസവും കിലോമീറ്ററുകൾ നടക്കേണ്ടി വരുന്നു. ഇങ്ങനെ എല്ലാവരും അവരവരുടെ വിഷമങ്ങൾ പറയുകയായിരുന്നു. അവർ എല്ലാവരും കൂടി തീരുമാനിച്ചു ഒരു സെക്യൂരിറ്റിയെ നിയമിക്കുന്നു. ഇക്കാര്യം അറിയാതെ അമ്മായിയമ്മയും മരുമോളും എന്നത്തെയും പോലെ പെട്രോൾ മോഷ്ടിക്കാൻ ഇറങ്ങുന്നു. അവർ മോഷ്ടിക്കാൻ തുടങ്ങിയതും സെക്യൂരിറ്റി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. അമ്മായിയമ്മയും മരുമോളും പേടിച്ചോടുന്നു. അവർ ഓടി ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. ഈ പ്രായത്തിൽ നിങ്ങൾ നല്ല ഓട്ടാണല്ലോ അമ്മേ. നിങ്ങൾ അവൻ്റെ കയ്യിൽ പെടുമോ എന്ന് ഞാൻ ശരിക്കും പേടിച്ചു. ഞാൻ അവൻ്റെ കയ്യിൽ പെട്ടിരുന്നെങ്കിൽ എല്ലാം തീരുമാനമായേനെ. ആ പേടിയിൽ ഓടിയതാ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ സൈഡിൽ നിന്നും ഇങ്ങനെ പറയുന്നു, ഞാനും അതുകൊണ്ടാ ഓടിയത്. അയാളെ കണ്ട് അവർ രണ്ടുപേരും ഞെട്ടിപ്പോകുന്നു. അത് വേറെ ആരുമല്ലായിരുന്നു, അമ്മായിയമ്മയുടെ ഭർത്താവായിരുന്നു. അപ്പോൾ മരുമകൾ ഇങ്ങനെ പറയുന്നു, അമ്മായിയച്ഛ, താങ്കളോ? അയാൾ തന്റെ കയ്യിലുള്ള പെട്രോൾ ബോട്ടിൽ കാണിക്കുന്നു. രണ്ടുപേരും ഇത് കണ്ട് നിങ്ങളും പെട്രോൾ മോഷ്ടിക്കുമായിരുന്നോ എന്ന് ചോദിച്ച് തലകറങ്ങി വീഴുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.